മഴക്കാലം ഇങ്ങെത്താറായി. പക്ഷേ കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മഴ പെയ്യണമെന്നില്ല. ചിലപ്പോൾ അന്ന് നല്ല വെയിലും, വെയിൽ കണ്ട് എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴേക്ക് നല്ല മഴയുമായിരിക്കും. പ്രകൃതി നമ്മളെ ഇട്ട് വട്ടം കറക്കുമെന്ന് ചുരുക്കം. പക്ഷെ അതിനൊരു പരിഹാരമായാലോ? സന്തോഷാവില്ലേ? അതെ, ഇനി എപ്പോൾ മഴ പെയ്യും, എവിടെയൊക്കെ പെയ്യും, കുടയെടുക്കണോ, വെയിലല്ലേ, സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് എടുക്കണോ, അതിലുപരി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാം. അതും നിങ്ങളുടെ ഫോണിലൂടെ തന്നെ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് അതത് സമയത്തെ ഉൾക്കാഴ്ച നൽകുന്ന ഒരു പുതിയ വെതർ ആപ്ലിക്കേഷൻ കേരളത്തിൽ വരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്പ് തീവ്രമായ മഴയ്ക്കും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്കും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ ശേഷിയുള്ളതാണ് ഈ ആപ്പ്. ദുരന്ത നിവാരണ തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെന്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. മഴയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്നായ നിർദ്ദിഷ്ട സ്ഥലത്ത് പെയ്ത ക്യുമുലേറ്റീവ് റെയിൻഫോളിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ആപ്പ് മുന്നറിയിപ്പ് നൽകുക. സമയബന്ധിതവും പ്രാദേശികവുമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് ഭൂമിയിൽ നിന്ന് ശേഖരിക്കുന്ന മഴയളവുകൾ വച്ചുള്ള നിരീക്ഷണങ്ങളും ഉപഗ്രഹ ഡാറ്റയും സംയോജിപ്പിച്ച് ആ വിടവ് നികത്തുക എന്നതാണ് പുതിയ ആപ്ലിക്കേഷൻ ലക്ഷ്യമിടുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മുൻപ് ഈ പ്രദേശത്ത് നിരവധി ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ഇത്തരം ക്യുമുലേറ്റീവ് റെയിൻഫോളിന്റെ ഫലമായാണ്. ഒരു പ്രത്യേക പ്രദേശത്തെ വർദ്ധിച്ചു വരുന്ന മഴയെ അടിസ്ഥാനമാക്കി മുൻകൂർ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് പ്രാദേശിക നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള 15 ദിവസത്തെ മഴ ഡാറ്റ ഈ ആപ്പ് ഉപയോഗിക്കും. ഇത് മഴക്കാല പ്രതിസന്ധികളെ നേരിടുന്നതിനായി പൊതുജനങ്ങൾക്ക് തയ്യാറെടുക്കാൻ വളരെയധികം സഹായകമാകുമെന്ന് ICCS ഡയറക്ടർ ഡോക്ടർ കെ രാജേന്ദ്രൻ പറയുന്നു. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 24 മണിക്കൂർ മഴയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും മഴയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും നൽകുന്നു. എന്നാൽ പുതിയ ആപ്പ് കേരളത്തിൽ പതിവായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും പ്രധാന കാരണങ്ങളിലൊന്നായ ക്യുമുലേറ്റീവ് റെയിൻഫോളിന്റെ, അതായത് സഞ്ചിത മഴയെക്കുറിച്ചുള്ള അതത് സമയത്തുള്ള വിവരങ്ങൾ നൽകും. ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമായിരിക്കും, ഓൾറെഡി ഗൂഗിളിൽ നിന്ന് നമ്മളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഇതിനെന്താ ഇത്ര മാറ്റം? മാറ്റം എന്താന്ന് വെച്ചാൽ IIT മദ്രാസ്, IIT പാലക്കാട്, പർദ്യൂ സർവകലാശാല എന്നിവയുമായി സഹകരിച്ച് ICCS ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത നൗകാസ്റ്റിംഗ് സാങ്കേതികതയും ഈ പുതിയ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടും. PLOS ക്ലൈമറ്റിൽ, അതായത് പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ് ക്ലൈമറ്റിൽ പ്രസിദ്ധീകരിച്ച ഈ രീതി മേഘത്തുള്ളികളുടെ വലുപ്പവും താപനിലയും പോലുള്ളവ വിശകലനം ചെയ്ത് 6 മണിക്കൂർ മുൻപ് 93% കൃത്യതയോടെ തീവ്രമഴ സാധ്യത പ്രവചിക്കുന്നതിന് സഹായിക്കുന്നു. പരമ്പരാഗത പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ആപ്ലിക്കേഷന് 93%-ലധികം കൃത്യതയോടെയും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും മുൻകൂട്ടിയും പ്രവചിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കി മുൻകരുതൽ സ്വീകരിക്കാനാകും ഇതിന്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് ആപ്പ് പുറത്തിറക്കാൻ ആദ്യം പദ്ധതിയിട്ടിരുന്നെങ്കിലും ആപ്പ് പൂർണ്ണമായും സജ്ജമാക്കാത്തതിനാൽ സമയം നീട്ടിയിട്ടുണ്ട്. KSUM ഇതിനായി 70 ദിവസത്തെ സമയം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബറിന് മുൻപ് ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനാണ് പദ്ധതി. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ഇത്തരം ആപ്പിന്റെ ആവശ്യം അനിവാര്യമാണ്. ഇനി ഒരു മുണ്ടക്കൈ ചൂരൽമല ദുരന്തമില്ലാതിരിക്കണം. ജാഗ്രതയോടെ ഇരിക്കാം. പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതി ദുരന്തങ്ങൾ കുറയ്ക്കാനുള്ള മാർഗങ്ങളും കണ്ടെത്തേണ്ടത് നമ്മുടെ കടമയാണ്. അഞ്ജലി ലക്ഷ്മണൻ, ട്രൂ വിഷൻ ന്യൂസ്.